അതിരപ്പള്ളിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തുറന്നു കാട്ടിയതിലുള്ള പ്രതികാരമാണ് അറസ്റ്റെന്ന് കർഷക സംഘടന കിഫ പ്രതികരിച്ചു. ഫോറസ്റ്റുകാരുടെ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം മീഡിയയിൽ കൂടെ പുറത്തു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ലാലിനെ പോലെ ഒരു ഇടപെട്ടുകൊണ്ട് 2021 12 പേര് മരിച്ചിട്ട് പിന്നീട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ഇത്തരം പ്രവർത്തകർ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഈ പാവപ്പെട്ട റൂബിലാലിന് എന്ത് നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയത്? ഞങ്ങൾക്കറിയണം. ജാമ്യമില്ലാത്ത വകുപ്പ്. ഏത് ആനേനെയാണ് വെടിവെച്ചത് അദ്ദേഹം? ഏത് മൃഗത്തെയാണ് ഉപദ്രവിച്ചത്? ഫോട്ടോ എടുത്തുന്നോ? ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ഏത് കാര്യങ്ങളാണ് ജനസമക്ഷത്തിൽ കൊണ്ടുവരാൻ പറ്റുക? ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയകളല്ലേ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത്തരം ഉദ്യോഗസ്ഥന്മാരെ ആദ്യം കുരക്കിന് പിടിച്ചാൽ പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരിവിടെ എന്ത് നിലനിൽപ്പാണുള്ളത്? വളരെ ദയനീയമായ സ്ഥിതിയിലാണ് റൂബൻലാൽ. എൻ്റെ ചങ്ങാതി റൂബൻലാൽ അവിടെ നിൽക്കുന്നത് കണ്ടത്. അടിവസ്ത്രത്തിൽ അവൻ വിലപിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവനെ കഴുത്തിന് കയറി പിടിച്ചുകൊണ്ടാണ് ജീപ്പിലേക്ക് ഈ CI എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഇയാൾ പോലീസൊന്നല്ല, അയാൾ പിടിച്ച് കയറ്റിയത്. അവിടെ നിന്നൊട്ട് ക്രൂരമായ മർദ്ദനം. ഒരു മനുഷ്യനെ അപമാനിക്കാവുന്ന രീതിയിൽ ഒരു വനിതാ പോലീസുകാരി ഉള്ള ഇതിൻ്റെ ഉള്ളിലാണ് അടിവസ്ത്രത്തിലിട്ട് റൂബൻലാലിനെ. ഇതുപോലെ മാനസികമായ പീഡനമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ റൂബൻലാൽ ഏറ്റത്. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ, കരഞ്ഞുകൊണ്ട്. ആരുമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാനും അവന്റെ സഹോദരൻ ഇന്നലെ വന്നില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഏറെ മർദ്ദനം അവനേക്കുമായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.